അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖുർആൻ ക്വിസിലെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ 50 ചോദ്യങ്ങൾ വീതം ഡിസ്കസ് ചെയ്തു. ഇനി 51ാമത്തെ ചോദ്യം മുതൽ ഇന്ന് നോക്കാം. 51ാമത്തെ ചോദ്യം: ഖബർ ശിക്ഷയെ തടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്ത്. ഉത്തരം: സൂറത്തുൽ മുൽക്ക്, 67ാമത്തെ സൂറത്ത്. 52ാമത്തെ ചോദ്യം: പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അതിൻ്റെ ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്ത്. ഉത്തരം: സൂറത്തുൽ മുൽക്ക്. 53ാമത്തെ ചോദ്യം: വെള്ളിയാഴ്ച ഫജർ നമസ്കാരത്തിന് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. ഉത്തരം: സൂറത്ത് സജ്ദ, 32ാം സൂറത്ത്, സൂറത്തുൽ ഇൻസാൻ, 76. 54ാമത്തെ ചോദ്യം: വിത്തർ നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ. ഉത്തരം: സൂറത്തുൽ അഅല, കാഫിറൂൻ, ഇഖ്ലാസ്. 55ാമത്തെ ചോദ്യം: സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച സൂറത്ത്. ഉത്തരം: സൂറത്ത് അന്നൂർ, 24ാം സൂറത്ത്. 56ാമത്തെ ചോദ്യം: ഏത് സൂറത്തിൽ നിന്നുള്ള വചനങ്ങൾ കേട്ടതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? ഉത്തരമായിട്ട് വരുന്നത് സൂറത്ത് ത്വാഹ, 20ാമത്തെ സൂറത്ത്. 57ാം ചോദ്യം: ദാരിദ്ര്യത്തെ തടയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്ത്. ഉത്തരം: സൂറത്തുൽ വാഖിഅ, 57ാം സൂറത്ത്. 58ാമത്തെ ചോദ്യം: ഏത് സൂറത്ത് അവതരിപ്പിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ സൂചന മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്? ഉത്തരം: സൂറത്ത് അൻ-നസ്ർ. 59ാമത്തെ ചോദ്യം: 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിക്കപ്പെട്ട സൂറത്ത്. സൂറത്ത് അൽ അൻആം. 61ാമത്തെ ചോദ്യം: സൂറത്ത് ഗാഫിറിൻ്റെ മറ്റൊരു പേര്. ഉത്തരം: സൂറത്ത് മുഅ്മിൻ. 62ാമത്തെ ചോദ്യം: സൂറത്ത് ഫുസ്സിലത്തിൻ്റെ മറ്റൊരു പേര്. ഉത്തരം: സൂറത്ത് ഹാമീം സജ്ദ. 62ാമത്തെ ചോദ്യം: സൂറത്തുൽ ഇൻസാനിൻ്റെ മറ്റൊരു പേര്. ഉത്തരം: സൂറത്ത് അദ്ദഹർ. 63ാമത്തെ ചോദ്യം: സൂറത്തുൽ ഇസ്രാഇൻ്റെ മറ്റൊരു പേര്. ഉത്തരം: സൂറത്ത് ബനു ഇസ്രായേൽ. 64ാമത്തെ ചോദ്യം: സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര്. ഉത്തരം: സൂറത്ത് അത്തൗഹീദ്. 65ാമത്തെ ചോദ്യം: ഷിർക്കിൽ നിന്ന് അകറ്റുന്നത്, ബറാഅത്തു മിന ഷിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്ത്. ഉത്തരം: സൂറത്തുൽ കാഫിറൂൻ. 66ാമത്തെ ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോഴാണ്? ഉത്തരം: സൂറത്ത് അൻ-നജ്ം, 53ാം സൂറത്ത്. 67ാമത്തെ ചോദ്യം: തസ്ബീഹ് കൊണ്ട് സബ്ബഹ, യുസബ്ബിഹു പോലെ തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേര്. ഉത്തരം: മുസബ്ബിഹാത്ത്. 68ാമത്തെ ചോദ്യം: മുസബ്ബിഹാത്തുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര, ഏതെല്ലാം? ഉത്തരം: 7 സൂറത്തുകൾ. 1 ഇസ്രാ, 17ാം സൂറത്ത്. 2 ഹദീദ്, 57. 3 ഹശർ, 59. 4 സ്വഫ്, 61. 5 ജുമുഅ, 62. 6 തഗാബുൻ, 64.
7 അഅ്ല 87. 69-ാമത്തെ ചോദ്യം. 1000 ആയത്തുകളേക്കാൾ ഉത്തമമായ ഒരു ആയത്ത് ഇവയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനെപ്പറ്റി? ഉത്തരം മുസബ്ബിഹാത്തുകളെപ്പറ്റി. 70-ാമത്തെ ചോദ്യം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടാൻ കൽപ്പിക്കുന്നത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ? ഉത്തരം സൂറത്ത് അൻ-നഹ്ൽ ആയത്ത് 98. 71-ാമത്തെ ചോദ്യം. ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ? ഉത്തരം സൂറത്ത് മാഇദ ആയത്ത് നമ്പർ 3. 72-ാമത്തെ ചോദ്യം. ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര്? ഉത്തരം തജ്വീദ്. 73-ാമത്തെ ചോദ്യം. ഖുർആൻ സാവധാനത്തിൽ വേണ്ടിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേര്? ഉത്തരം തർത്തീൽ. 74-ാമത്തെ ചോദ്യം. ചില ആയത്തുകൾ പാരായണം ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ സുജൂദിന് പറയുന്ന പേര്? ഉത്തരം സുജൂദ് തിലാവത്ത്. 75-ാമത്തെ ചോദ്യം. സുജൂദ് തിലാവത്തിൻ്റെ ആയത്തുകൾ എത്ര? ഉത്തരം 15.